രാജ്യമാകെ നോക്കിയാൽ BJP-യിലേക്ക് പോയ 8 മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ ഇക്കഴിഞ്ഞ 10 വർഷത്തിനകം എണ്ണിയെടുക്കാം. മുഖ്യമന്ത്രിമാരുടെ കാര്യമാണ്. MLA-മാരുടെയും MP-മാരുടെയും പട്ടിക നോക്കിയാൽ അത് 150ഓ 200ഓ വരും. കോൺഗ്രസ് വിട്ട് BJP കൂടാരം കയറിയ ജില്ലാ നേതാക്കളുടെ പട്ടിക അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല. പക്ഷേ ഈ പ്രവണത കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഒന്നാകെ പോയി BJP-യുമായി സഖ്യം ചേരുക എന്നത് നമ്മുടെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ കൂടി പ്രയാസമായിരുന്നു 3 ദിവസം മുമ്പ് വരെ. അതും പക്ഷേ നടന്നിരിക്കുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന മട്ടിൽ തന്നെയാകും CPIM-ഉം ഇടതുപക്ഷവും കോൺഗ്രസിനും BJP-ക്കുമെതിരെ ആയുധമാക്കുക എന്നത് ഉറപ്പാണ്. തൃശൂർ കോൺഗ്രസിലെ പ്രാദേശിക തർക്കങ്ങളും പൊട്ടിത്തെറികളുമെല്ലാം ഈ അസാധാരണ സംഭവവികാസത്തിന് പിന്നിൽ ഉണ്ടാകാം. പക്ഷേ ഇക്കാര്യം രാഷ്ട്രീയമായി വിശദീകരിക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വം അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരിക്കും. അയോഗ്യതയ്ക്കുള്ള നടപടിക്രമങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് നീങ്ങുമോ എന്നും എന്തെല്ലാം നിയമപരമായ നൂലാമാലകളാകും മറ്റത്തൂരിനെ കാത്തിരിക്കുന്നത് എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.